സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ജനന മരണ ജീവിത കണക്കെടുക്കുകയാണ്. അത് പല ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ RSS സംഘപരിവാറുകാരാണ്. ഒരു പ്രത്യേകമായ സമുദായത്തിൽ സ്ത്രീകൾ ഒരുപാട് പ്രസവിക്കുന്നു. പ്രസവിക്കുന്നു അല്ല പറയുന്നത്, അവൻ ഒരു ലോ ക്ലാസ് ആണ്, കച്ചടയാണ്. അവൻ പറയുന്നത് പെറുന്നു. അപ്പൊ അവനും ഇങ്ങനെ പെറ്റുണ്ടായതാണല്ലോ. അവൻ പറയാണ് ഒരു പ്രത്യേക സമുദായം. അവൻ പറയുന്നില്ല മുസ്ലിം ആണെന്ന്, എന്നിട്ട് അവൻ കണക്ക് പറയാണ്. ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇത്ര പ്രസവിച്ചു, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇത്ര പ്രസവിച്ചു, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇത്ര പ്രസവിച്ചു. അപ്പോൾ ഈ പ്രസവം എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാണ്? എങ്ങനെയാണ് പ്രസവിക്കുന്നത്? എന്താണ് കാരണം? ഈ മനുഷ്യ സമുദായം, മനുഷ്യകുലം നിലനിൽക്കണമെങ്കിൽ പ്രസവിക്കണം, കുട്ടികൾ ഉണ്ടാവണം, എങ്കിലേ അത് നടക്കുള്ളൂ. പിന്നെ ചില സമുദായക്കാർ, അവർക്ക് പ്രസവിക്കുന്ന ഇഷ്ടമല്ല, മക്കൾ കൂടുതൽ ഉണ്ടാകുന്നത് ഇഷ്ടമല്ല. ചിലര് വിവാഹമേ കഴിക്കില്ല. വിവാഹമേ കഴിക്കാത്തത് മുസ്ലിങ്ങളിൽ വ്യാപകമായി എല്ലാവരും വിവാഹം കഴിക്കും. പണ്ട് കാലത്ത് പ്രായപൂർത്തിയായ എത്രയും പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചയക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. മരണം നടന്നാൽ എത്രയും പെട്ടെന്ന് അവരെ ഖബറടക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ്. അപ്പോൾ ഇപ്പോൾ സർക്കാർ നിയമം ഉണ്ടാക്കി 18 വയസ്സ് പൂർത്തീകരിക്കാതെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല എന്ന്. പിന്നെ പ്രായപൂർത്തി എന്ന് പറയുന്നത് അങ്ങനെ വേണം എന്നുള്ളത് ശരി, അതിനനുസരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളിൽ അച്ഛന്മാര് അല്ലെ മൈത്രാന്മാര്, മറ്റേത് മറിച്ചത്, അങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. അവരൊന്നും വിവാഹം കഴിക്കില്ല. എന്നിട്ട് അവർ തന്നെയാണ് മയക്ക് വെച്ച് കെട്ടി ആളുകളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ നിങ്ങൾ 10 പ്രസവിക്കണം. അപ്പൊ ഈ പൊട്ടന്മാര് പറയുന്നത് എന്ന് പറയുന്നത്, ആദ്യം 2 കാലിലും മന്ത് പിടിച്ചവനാണ്. അത് മണലിൽ കുഴിച്ചിട്ടും കൊണ്ടാണ് ഒരു കാലിൽ മന്തുള്ള ഒരു മനുഷ്യൻ പോകുമ്പോൾ പറയുന്നത്, ഓ അവന് മന്ത്, അവന്റെ കാലിൽ മന്ത്, അവന്റെ 2 കാലിലും മന്താണ്. അതുപോലെയാണ് ഈ അച്ഛന്മാര് പറയുന്നത്. അവര് കല്യാണം കഴിക്കുന്നില്ല, മക്കളെ ഉണ്ടാക്കുന്നില്ല, അവരങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒന്നും പോകുന്നില്ല. അവര് സുഖമായിട്ട് തിന്ന് കുടിച്ച് മതിച്ച് അങ്ങനെ നടക്കുന്നു. അവർ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമ്മുടെ അതിലോട്ട് ചുഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാം സിസ്റ്റർമാരെ ഏതെല്ലാം രീതിയിൽ അവർ കിണറ്റിൽ താക്കുന്നതും അല്ലാത്തതും കൊന്നു കെട്ടി തൂക്കുന്നതും അങ്ങനെ ഒരുപാടുണ്ട്. ആ വിഷയമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ RSS സംഘപരിവാറുകാരൻ കൂട്ടിന് ക്രിസ്ത്യാനികളെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യം അനുസരിച്ചാണ് ഇവർ ആളുകളെ കൂട്ടുപിടിക്കുന്നത്. കേരളത്തിൽ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കും RSSകാരും പിന്നെ സംഘപരിവാറുകാരും. കാരണം കേരളത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് പിടിക്കണം, അധികാരം പിടിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതേസമയം കേരളം വിട്ട് അങ്ങോട്ട് ഇറങ്ങിയ അവരുടെ ഈ ശിരോവസ്ത്രം അല്ലെങ്കിൽ തിരുവസ്ത്രം, അച്ഛനായാലും ശരി സിസ്റ്റർ ആയിരുന്നാലും ശരി, അവർക്ക് അത് ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ നോക്കില്ല. അത് ധരിച്ചും കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ നോക്കില്ല. അവർ ഏതെങ്കിലും രീതിയിൽ പിന്നെ അടിയേ പിടിയേ അല്ലെങ്കിൽ ചുട്ടുകൊല്ലേ ബലാത്സംഗം ചെയ്യേ അല്ലെങ്കിൽ പോലീസ് കേസാക്കി ജയിലിനകത്താക്കി ചെയ്യും. അപ്പൊ അവരെ കൂടെ ആർക്കും നടക്കാൻ നോക്കില്ല. നീ ഏത് ജാതിയാണ്, നീ മറ്റതാണ് മറിച്ചാണ്, നീ അതിൽ കൂടെ ചേർന്നതാണ്, നീ നേരത്തെ ഹിന്ദു അല്ലായിരുന്ന എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് അവിടെ കേരളത്തിന് പുറത്താണ്. കേരളത്തിൽ ഇങ്ങനെയാണ്. അപ്പോ പിന്നെ ഹിന്ദു സമുദായത്തിലെ ചില ആൾക്കാരുമുണ്ട്, സന്യാസിമാരായിട്ട് നടക്കുന്നവരാരും വിവാഹം കഴിക്കാറില്ല. അപ്പൊ അവർക്ക് കുടുംബ ബന്ധങ്ങളുമില്ല. അവരെന്ന് പറയുന്നത് ഈ സന്യാസിമാര് എങ്ങനെയായി ഒരു സ്ത്രീ പ്രസവിക്കാതെ ഒരു മനുഷ്യനുണ്ടാവും? ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ആദം ഹവ്വ, അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ. ആദ്യത്തെ മനുഷ്യൻ ആദമും ആദ്യത്തെ സ്ത്രീ ഹവ്വ, അവരിൽ നിന്നുണ്ടായതാണ് ഈ മനുഷ്യകുലം എന്ന് പറയുന്നത്. ഇപ്പൊ പലരും പല രീതിയിൽ വേണമെങ്കിൽ പറയാം. ഏക സെല്ലുലാർ പ്രോട്ടോപ്ലാസം ഉണ്ടായി. ആ പ്രോട്ടോപ്ലാസം എങ്ങനെ ഉണ്ടായി?
ജീവൻ എങ്ങനെ ഉണ്ടായി? ജീവൻ ആര് കൊടുത്തു? എങ്ങനെ ഉണ്ടായി? മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുന്നു? ആദ്യം ദൈവം സൃഷ്ടിച്ചു. മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. അതിന് ഖുർആനിൽ പ്രത്യേകമായൊരു ആയത്തുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ നിശ്ചയമായും എൻ്റെ അടുത്ത് നിന്നാണ് വന്നത്, അതുപോലെ എൻ്റെ അടുത്ത് തന്നെയാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യന്റെ മടക്കം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വാരിയെല്ലിൻ്റെയും നട്ടെല്ലിൻ്റെയും അകത്ത് നിന്നാണ് ഈ ഒരു തുള്ളി ജലം വരുന്നത്. ആ ജലത്തിൽ നിന്ന് ഇന്ദ്രിയം എന്ന് പറയും, അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും ഇവിടെ വിശദീകരിക്കണം, കാരണം പലരും കേൾക്കുന്നതും കാണുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്ദ്രിയം എന്ന് മനസ്സിലാക്കി, പുരുഷന്റെ ഹോർമോൺ. അത് വരുന്നത് വാരിയെല്ലിൻ്റെയും നട്ടെല്ലിൻ്റെയും ഇടയിൽ നിന്നാണെന്ന് ഖുർആനിൽ പറയുന്നു. വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോ ഭഗവത്ഗീത എവിടെ നിന്നുണ്ടായി? ആരുണ്ടാക്കി? എങ്ങനെ ഉണ്ടാക്കി? ഖുർആൻ എങ്ങനെ ഉണ്ടായി? എവിടെ നിന്നുണ്ടാക്കി? ബൈബിൾ എങ്ങനെ ഉണ്ടായി? എവിടെ നിന്ന് വന്നു? തോറ യഹൂദന്മാരുടെ ഗ്രന്ഥം എവിടെ നിന്ന് വന്നു? സബൂർ എന്ന് പറയുന്ന വേറൊരു ഗ്രന്ഥമുണ്ട്. അപ്പൊ പരിപൂർണമായ 4 ഗ്രന്ഥങ്ങളാണ്, 4 വേദഗ്രന്ഥങ്ങളാണ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രവാചകന്മാർക്കും ഓരോരോ ഘട്ടങ്ങളിലായി ഓരോരോ, അതായത് പരിപൂർണമല്ലാത്ത ഏടുകൾ, അതായത് കെട്ടുകളാണ് അവർക്ക് കിട്ടിയത്. പരിപൂർണമായ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഈ 4 ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഈ ഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ 1450 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ശാസ്ത്രം ഉണ്ടാകുന്നു. എവിടെ ശാസ്ത്രം? അന്നാണ് പറഞ്ഞത് വാരിയലിൻ്റെയും നട്ടലിൻ്റെയും ഇടയിൽ നിന്നാണ് ഈ ഇത് വരുന്നത്. ഒരു സയന്റിസ്റ്റിന്, ഒരു ശാസ്ത്രജ്ഞനല്ലാതെ ഇത് പറയാൻ കഴിയും? ഇത് ആര് പറഞ്ഞതാണ്? വിദ്യാഭ്യാസമില്ലാത്ത, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത മുഹമ്മദ് നബിയിൽ നിന്നാണ് ഈ ഖുർആൻ വരുന്നത്. കൊണ്ടു കൊടുക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ ദൂതനായിട്ട് വരുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക്, മലായിക്കെന്നും മാലാഖയെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഈ ഗ്രന്ഥം ദൈവഗ്രന്ഥമാണെന്ന് സ്ഥാപിക്കാൻ ആ ഒരൊറ്റ കാരണം മതി. ഭൂമി എങ്ങനെയുണ്ടായി? മനുഷ്യൻ എങ്ങനെയുണ്ടായി? ആകാശങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ബാക്കിയുള്ള സൗരയുദ്ധങ്ങളും ഒക്കെ എങ്ങനെയുണ്ടായി? ഓരോ നക്ഷത്രങ്ങളും, ഓരോ സൂര്യനായാലും ചന്ദ്രനായാലും എങ്ങനെയാണ് ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഇതെല്ലാം കറക്കുന്നത്? എങ്ങനെയാണ് ഇത്? ആരെങ്കിലും ഒരാളിൻ്റെ ഒരു കൺട്രോൾ ആർക്കെങ്കിലും ഇല്ലാതിരിക്കും? ഇതിനൊക്കെ ഒരു കൺട്രോൾ സെന്റർ അല്ലേ? അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവുന്നു, കുറെ നാള് ജീവിക്കുന്നു, കുറച്ച് ഗർഭസ്ഥ ശിശുവായിട്ട് മരിക്കുന്നു, ചിലര് കൗമാരത്തിൽ മരിക്കുന്നു, ചിലര് കുട്ടിക്കാലത്ത് മരിക്കുന്നു, ചിലര് മധ്യവയസ്കിൽ മരിക്കുന്നു, ചിലര് പ്രായമായി മരിക്കുന്നു, ചിലർ അസുഖം വന്ന് മരിക്കുന്നു, ചിലർ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, ചിലർ സ്വാഭാവികമായിട്ട് മരിക്കുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാണ് സംവിധാനം ചെയ്തത്? മനുഷ്യൻ ഒരു തുള്ളി ജലത്തിൽ നിന്നുണ്ടാകുന്നു. ഈ ഒരു തുള്ളി ജലത്തിൽ നിന്ന് എങ്ങനെയാണ് കണ്ണും കാതും മൂക്കും ചെവിയും തലയിലുള്ള മുടിയും താടിയും മീശയും നമ്മുടെ ഹൃദയം, ലിവറും കിഡ്നിയും മറ്റതും മറിച്ചതും എങ്ങനെ ഉണ്ടാകുന്നു? അത് ചിന്തിച്ചിട്ടുണ്ട് മനുഷ്യൻ. അപ്പൊ ദൈവം എന്ന് പറയുന്ന, ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ സ്വയം ചിന്തിക്കുക. ഇവൻ നിരീശ്വരവാദിയാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ടല്ലോ. ഈശ്വരനില്ല, ഈശ്വരനില്ല, നീ എവിടെ നിന്നുണ്ടായി? എങ്ങനെ ഉണ്ടായി? അപ്പൊ അത് മനസ്സിലാകും. മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നത് ദൈവത്തിനെ സ്തുതിക്കണം, ദൈവത്തിനെ ആരാധിക്കണം, ദൈവത്തിനെ അല്ലാതെ നിങ്ങൾ ആരെയും ആരാധിക്കരുത്. ബൈബിളിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് നോക്കി. ഖുർആനിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പോ ദൈവമുണ്ടെന്നും ദൈവമാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണമെന്നും ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണെന്നും ഈ ദുനിയാവിലെ, ഈ ലോകത്തുള്ള ജീവിതം നൈമിഷികമാണ്, നശിക്കാത്തത്. ഈ ലോകത്ത് നശിക്കാത്തതായിട്ടൊന്നുമില്ല.
അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം പറയുന്നു ഇതെല്ലാം നശിക്കും, ലോകത്തിന് അവസാനം ഉണ്ടാവും, ഇതെല്ലാം പൊട്ടിപ്പിളർന്നു വരും, എല്ലാം പൊട്ടിപ്പിളർന്നു വരും, സൂര്യനും ചന്ദ്രനും എല്ലാം. ഇതെല്ലാം ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് ഒരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്താണെന്നും ശാസ്ത്രത്തിന്റെ രീതി, ശാസ്ത്രം എവിടെ നിന്നുണ്ടായെന്നും അറിയണമെങ്കിൽ ഖുർആന്റെ തർജ്ജമ എല്ലാവർക്കും കിട്ടും. മാനവരാശിക്ക് വേണ്ടിയാണ് ഖുർആൻ അവതരിച്ചത്, അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ചിലര് അത് മുസ്ലിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ചിലർ കത്തിക്കുന്നവരുണ്ട്, ചിലർ ചവിട്ടുന്നവരുണ്ട്, ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് മാനവരാശിക്ക് മൊത്തം, അതായത് നമ്മുടെ ലോകത്തിന്റെ അവസാനം വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഉണ്ടായ ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് ജീവിക്കുന്നത് എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നടത്തേണ്ടത്, എങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധം, എങ്ങനെ മക്കളെ നോക്കണം, എങ്ങനെ മാതാപിതാക്കളെ നോക്കണം, എങ്ങനെയായിരിക്കും നിങ്ങളെ മരണാനന്തര ജീവിതം, എല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചില പൊട്ടന്മാര് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൂറിൽ അവിടെ കിട്ടും, ഹൂറിലിങ്ങളെ കിട്ടും, ഹൂറികളെ കിട്ടും, അപ്സരസുകളുണ്ടെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു, ബൈബിളിലും അതുപോലെ പറയുന്നു. അപ്പോൾ ആക്ഷേപിക്കുകയാണ് മുസ്ലിങ്ങളെ. ഹൂറികളെ കിട്ടും. പക്ഷെ അവിടെ എന്ന് പറയുന്നത് പ്രത്യേകമായ ഒരു ജീവിതമാണ്. നമ്മൾ മനസ്സിലാക്കണം. അതായത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും മുസ്ലിങ്ങളും വിശ്വസിക്കുന്ന ഒരേ ഇതാണ്, ആദമും ഹവ്വയും സൃഷ്ടിച്ചത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് അവർക്ക് വസ്ത്രമില്ല, അവർക്ക് വസ്ത്രത്തെപ്പറ്റി ബോധമില്ല. എന്താണ് വസ്ത്രമെന്ന്, അവരുടെ നഗ്നത എന്താണെന്ന് അവർ കണ്ടിട്ടില്ല, അപ്പോൾ സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് പറയുന്നു, നിങ്ങൾ ഇവിടെ ഉള്ളതെല്ലാം കഴിക്കാം, എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം, ആഹാരവും മറ്റതും മറിച്ചതും ഒക്കെ, പക്ഷെ ഈ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അത് അവർ അംഗീകരിച്ച് അങ്ങനെ പോയി. അപ്പോഴാണ് ഷെയ്ത്താൻ വരുന്നത്. ഇബ്ലീസ് എന്ന് പറയുന്ന ഷെയ്ത്താൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കണം, നിങ്ങൾ യാതൊരു കാരണവശാലും പിന്നെ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചു. അതിൽ നിന്നും ആ ഫ്രൂട്ട് കഴിച്ചു, ആ ഫലം കഴിച്ചു, ആ പഴം കഴിച്ചു. കഴിച്ചതിന് ശേഷമാണ് അവർക്ക് നഗ്നതയെ പറ്റി ബോധം ഉണ്ടായത്, നഗ്നത എന്താണെന്ന്. അപ്പോൾ പിന്നെ അവർക്ക് ആ മനുഷ്യ സഹജമായ നഗ്നത. ഉടനെ തന്നെ ഇലകളും മറ്റൊന്നും മറച്ചു വെച്ച് അവരവിടെ മറക്കുകയാണ് നഗ്നത. അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ വേറെ ലൈംഗികമായ ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോ എങ്ങനെയായ മനുഷ്യന് അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ എങ്ങനെ? ആദമനും ഹവ്വയ്ക്കും അങ്ങനെ ഒരു ചിന്ത പണ്ടില്ലായിരുന്നു. അതിൽ നിന്ന് ആഹാരം കഴിച്ചതിന് ശേഷമാണ്, ആ ഫലം കഴിച്ചതിന് ശേഷമാണ് അവർക്ക് നഗ്നതയും ലൈംഗികതയും ഒക്കെ പറ്റി ബോധം. അപ്പൊ ഇതാണ് സത്യം. ഈ സത്യത്തെ മനസ്സിലാക്കി വേണം നമ്മൾ ആരെയും ഏതൊരു